ഈ 20-ാം സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവ് തന്ന ചില ആശയങ്ങൾ നിങ്ങളോട് കൈമാറി ഞാനിരിക്കാൻ താല്പര്യപ്പെടുന്നു. അത് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ പെട്ടെന്ന് 1 ശമൂവേൽ 7-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെ ഒന്ന് വായിച്ചാട്ട്. 1 ശമൂവേൽ 7-ാം അധ്യായം അതിന്റെ 7 മുതൽ 9-ാം വാക്യം വരെ. 1 ശമൂവേൽ 7-ാം അധ്യായം അതിന്റെ 7 മുതൽ 9. The rulers of the Philistines came up to attack them. And when the Israelites heard of it, they were afraid because of the Philistines. They said to Samuel, "Do not stop crying out to the Lord our God for us, that he may rescue us from the hand of the Philistines." ഇത് ശമൂവേൽ പ്രവാചകൻ വ്യക്തമായിട്ടൊരു ദൂത് പ്രാപിച്ച് ജനത്തോട് പറഞ്ഞ ഇതേ ഒരു കണക്ഷൻ ഞാൻ വായിക്കാം. ഈ ഭാഗത്തിന്റെ ഒരു പശ്ചാത്തലമാക്കിയിട്ട് നമുക്കത് വായിക്കാം. 2 ശമൂവേൽ 10:17 വരെ ഒന്ന് വായിച്ചാട്ട്. 2 ശമൂവേൽ 10:17. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂടി വരുത്തി യോർദാൻ കടന്ന് ഹേലോമിൽ ചെന്നു. അന്നേരെ അരാമ്യർ ദാവീദിന്റെ നേരെ അണിനിരന്ന് പടയേറ്റു. അരാമ്യർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് അരാമ്യരിൽ 700 തേരാളികളെയും 40,000 കുതിര പടയാളികളെയും കൊന്നു. അവരുടെ സേനാധിപനായ ഷേബോക്കിനെയും വെട്ടിക്കൊന്നു. എന്നാൽ ഹദേസേരിന്റെ ആശ്രിതന്മാരായ സകല രാജാക്കന്മാരും തങ്ങൾ ഇസ്രായേലിനോട് തോറ്റു എന്ന് കണ്ടിട്ട് ഇസ്രായേലിയരിന് സന്ധി ചെയ്ത് അവരെ സേവിച്ചു. ഇസ്രായേൽ മക്കൾക്ക് പ്രതികൂലം വരുന്നത് ഒരു പ്രാവശ്യമല്ല. ഈ പറഞ്ഞോണം അസംഖ്യമായ പ്രശ്നങ്ങളുടെ മധ്യത്തില്ല ഇസ്രായേൽ മക്കള് ദൈവനാമത്തിൽ സ്തുതിച്ച് മുന്നോട്ട് വന്നത്. നമ്മളിവിടെ വായിക്കുമ്പോൾ ഒരു യുദ്ധത്തിന് മുൻപുള്ളൊരു പ്രാർത്ഥനയാ സങ്കീർത്തനം 20. ഒരു യുദ്ധത്തിന് മുൻപുള്ള പ്രാർത്ഥന. ശ്രദ്ധിച്ചോണേ, ഇന്നത്തെ കാലത്ത് നമുക്ക് യുദ്ധമില്ല. ഇന്നത്തെ കാലത്ത് മാനസികമായ സംഘർഷങ്ങളാണ് നടക്കുന്നത്. ആമേൻ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മാനസികമായ സംഘർഷങ്ങളൊന്നും പിടിച്ചു നിർത്താനുള്ള ഗൾപ്പില്ല, ശക്തിയില്ല. 3 കുഞ്ഞുങ്ങൾ ഓൺലൈൻ ഗെയിം കളിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. 3 കുഞ്ഞുങ്ങൾ ഓൺലൈൻ ഗെയിം കളിച്ച് അതിന് അഡിക്റ്റായി. പെട്ടെന്ന് അവര് പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ല. എന്ത് ചെയ്തു? പെട്ടെന്ന് ആ ഉയരത്തിൽ നിന്ന് അവർ എടുത്തു ചാടി. ഒരു കുടുംബത്തിലെ 3 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. ശ്രദ്ധിച്ചോണേ, കുഞ്ഞുങ്ങൾക്ക് ഈ നാളെ എന്താ ചെയ്യേണ്ടതെന്ന് ഫേസ് ചെയ്യാൻ അമ്മ മൊബൈൽ മാറ്റിവെച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? അന്ന് അമ്മയെ ഒരു പാഠം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവരുടെ ജീവൻ ഒതുക്കി. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമോ? അവൻ സ്കൂളിലേക്ക് അവയെ കുസൃതി കാണിച്ചതിന് വിളിപ്പിച്ചു. അമ്മയെ വിളിപ്പിച്ചതിന് കൊച്ചുങ്ങൾക്ക് ഇതൊന്നും താങ്ങാൻ ശക്തി വരുന്നില്ല. സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ അവർ മാനസികമായി ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ സൈന്യം വരുമ്പോൾ അവർ ധൈര്യമായിട്ടിരിക്കും. സൈന്യങ്ങൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. 20-ാമത്തെ സങ്കീർത്തനം. 21-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം വിടുതൽ കൊടുത്തത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത്. 20-ാം സങ്കീർത്തനത്തിൽ ദൈവം വിടുതൽ കൊടുക്കുന്നത് ഫ്യൂച്ചർ നോക്കി ദൈവത്തെ സ്തുതിക്കുമ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ ദൈവം കൊടുത്ത വിടുതലിന് വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്ന സങ്കീർത്തനമാണ്. ഞാൻ അതിനെ ഇങ്ങനെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എ ഡേ ഓഫ് ട്രബിൾ എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ ദിവസം. The day of trouble. അതിന്റെ 1 മുതൽ 3 വരെ വാക്യം വായിക്കുമ്പോൾ the day of trouble, കഷ്ടതയുടെ ദിവസം. അത് കഴിഞ്ഞിട്ട് 4 മുതൽ 6 വരെ വാക്യം വായിക്കുമ്പോൾ the day of triumph, വിജയത്തിന്റെ ദിനം. the day of triumph, വിജയത്തിന്റെ ദിനം. അത് കഴിഞ്ഞിട്ട് അവസാനം 7, 9 വായിക്കുമ്പോൾ the day of trust. അതിന് ഞാൻ ഇങ്ങനെ വായിക്കും, യഹോവയിൽ ആശ്രയിക്കുന്ന ദിവസം, ദിനം. യഹോവയിൽ ആശ്രയിക്കുന്ന ദിവസം. ഈ സങ്കീർത്തനം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1 the day of trouble, the day of triumph, and 3rd
the day of trust. ആമേൻ. അതിന് മലയാളത്തിൽ ഇങ്ങനെ കഷ്ടതയുടെ ദിനം, ആമേൻ, വിജയത്തിന്റെ ദിനം, യഹോവയിൽ ആശ്രയിക്കുന്ന ദിനം. അപ്പം കഷ്ടതയുടെ ദിനം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ ഒന്നാമത്തെ വാക്യം, ആമേൻ, ഒന്നാമത്തെ വാക്യം. May the Lord answer you in the day of trouble. May the Lord answer you in the day of trouble. ആമേൻ. അവിടെ മലയാളത്തിൽ ഇങ്ങനെ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. നിങ്ങൾക്കറിയാമോ, ഇംഗ്ലീഷ് വായിക്കും മേ ദ ലോർഡ് എന്ന, മലയാളത്തിൽ വായിക്കുമ്പോൾ അരുളുമാറാകട്ടെ, ആകട്ടെ എന്നുള്ള വാക്ക. ആമേൻ. നമുക്ക് ശ്രദ്ധിച്ചോണേ, ദൈവം കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഇന്ന് ഈ സങ്കീർത്തനം എടുക്കുമ്പോൾ ഇത് അന്ന് കാലഘട്ടത്തിൽ എഴുതിയതാണെങ്കിലും തിരുവചനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ 2026 അവൻ ഇന്നേ മാസം ഫെബ്രുവരി 8-ാം തീയതി ദൈവത്തിന്റെ വചനം ശബ്ദം നമ്മളോട് ഇടപെടുന്ന ശബ്ദമാണ്. അതായത് ഈ വചനം ജീവനുള്ള ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ അടിവരയിട്ട് വിളിച്ചു പറയുക, ട്രബിൾ ഇല്ലാഞ്ഞിട്ടല്ല, ട്രബിൾ വരുമ്പോൾ യഹോവയെ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ട്രബിളായിട്ട് ആരും കൈവക്കണ്ട, ആരും മനസ്സിന്റെ മുഖത്തിന്റെ ഭാവങ്ങൾ മാറ്റണ്ട. ട്രബിളായിട്ട് ആലയത്തിൽ കടന്നു വന്നവർ എത്ര പേരുണ്ട്? ആമേൻ. കഷ്ടതയിൽ കടന്നു വന്നവർ എത്ര പേരുണ്ട്? പലർക്കും പല വിഷയങ്ങളാ. അവൻ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായിട്ട് തോന്നും, അല്ലേ? അയ്യോ അവക്ക് എന്തോ കുഴപ്പം, അയ്യോ അവനെന്തോ കുഴപ്പം, അവന് ജോലിയുണ്ട്, അവന് സാമ്പത്തികമുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഓരോ മനുഷ്യനും ഓരോ വിഷയങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വന്നിട്ടുള്ളവരിൽ പ്രശ്നമില്ലാത്തവരാരും കാണത്തില്ല. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ. അവനെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്കും കാണും പ്രശ്നം, അവരുടെയും വിഷയങ്ങൾ വേറെ ആയിരിക്കും. ഐറിസിനോട് ചോദിച്ചാൽ ഐറിസിനും കാണും പ്രശ്നം. അവൻ പ്രായമുള്ളവരോട് ചോദിച്ചാൽ പ്രായമുള്ളവർക്കും കാണും പ്രശ്നം. പക്ഷേ അവൻ ദൈവം എന്ന് പറയുക, ഞാൻ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് വായിച്ചത് May the Lord answer you in the day of troubles. നിന്റെ കഷ്ടകാലത്ത് ദൈവം ഉത്തരമരുളുമാറാകട്ടെ. ആരെങ്കിലും കഷ്ടതയോടെ വിഷയത്തിന്റെ നടുവിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഉത്തരം എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. ഉത്തരമുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. അവൻ ചോദ്യം ചോദിച്ചു വിടുന്ന ദൈവമല്ല. He is our answer. അവൻ നമ്മുടെ ഉത്തരമാണ്. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ഏത് ചോദ്യമായിക്കോട്ടെ, കർത്താവേ, why it's happened to me? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? Why in my family, in my parents, in my children? എല്ലാ ക്വസ്റ്റ്യൻസിനും ഇന്ന് ഉത്തരമരുളുന്ന ദൈവം. രണ്ടാമത്തെ സ്റ്റാൻസ് ഇങ്ങനെ പറയുന്നത്, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ നാമം നിനക്ക് ഉത്തരം മാത്രം പറഞ്ഞ് അമേ കംഫർട്ട് ചെയ്യുന്ന ദൈവമല്ല, മറിച്ച് നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന നാമം, നിന്നെ ഉയർത്തുന്ന നാമം, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം പകർന്നു നിന്നെ അഭിഷേകത്താൽ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ നാമം. ഇന്ന് ആരോടൊക്കെ ദൈവത്തിന്റെ നാമത്തിൽ വിളിച്ചു പറയുക, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിൽ എന്തേ മാറ്റം കാണുന്നതിന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധമായി ഞാൻ ആലയത്തിൽ വിളിച്ചു പറയുക, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം, ആലയത്തെ ഉയർത്തുന്ന ഒരു ദൈവം, ശുശ്രൂഷകരെ ഉയർത്തുന്ന ഒരു ദൈവം, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ അടിവരയിട്ട് പറയുക. വിശ്വസിക്കാമോ? ഉയർത്തും, ഉയർത്തും, ഉയർത്തും. നോ ഡൗട്ട്, നോ ഡൗട്ട് ഉയർത്തും. നമ്മുടെ തലമുറ ഉയർത്തും, നമ്മുടെ ബിസിനസിനെ ഉയർത്തും. കാരണം എന്താ? എന്റെ ദൈവം യാക്കോബിന്റെ ദൈവമാ. അമ്മേ, എങ്ങനെ ഉയർത്തുമെന്ന് ഞാൻ കാണിച്ചു തരാം. വാ അമ്മേ, ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് വാ, 32-ാമത്തെ അധ്യായത്തിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ യാക്കോബിനെ ഉയർത്തിയെന്ന്. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 32-ന്റെ 10-ാമത്തെ വേഗത്തിൽ വായിച്ചോ. 32-ന്റെ 10. അങ്ങനെ 10. ശരിയാ. അപാത്രമത്ര. അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. എന്താന്ന് വായിച്ചേ? അപാത്രം എന്ന് പറഞ്ഞ പദത്തിന്റെ ഇംഗ്ലീഷ് വായിച്ചേ. 32-ന്റെ 10.
ഐ ആം അൺവർത്തി, ഞാൻ യോഗ്യനല്ല, അല്ലെ? ഐ ആം അൺവർത്തി, ഞാൻ അപാത്രം അത്രേ, ഞാൻ യോഗ്യനല്ല. നീ എന്നോട് കാണിച്ച ഇന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ യോഗ്യത കൊണ്ടാണെങ്കിൽ ഐ എം സോറി, നിങ്ങളോടല്ല ഈ മെസ്സേജ്. അല്ല, നിങ്ങൾ പറയുന്നത് എന്റെ യോഗ്യതകൾ അല്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തെളിച്ചു പറയാം, നോട്ട് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി, എന്റെ യോഗ്യതകൾ കൊണ്ടല്ല ദൈവം എന്നെ നിർത്തിയത്. വായിച്ചു താഴോട്ട്. I am unworthy of all the kindness and faithfulness you have shown your servant. I had only my staff and my cross. I have only my staff. അതിന്റെ മലയാളം ഒന്ന് വായിച്ചു, എന്നാലും അതിന്റെ ബ്യൂട്ടി എനിക്ക് മനസ്സിലാവും. ഒന്ന് വായിച്ചേ. ഒരു വടിയോട് ഞാൻ യോർദാൻ കടന്നു. ശ്രദ്ധിച്ചോണേ, ഡൽഹി പട്ടണത്തിലുള്ള നിങ്ങളോട് ഞാൻ ഒരു ദൂത് പറയട്ടെ. അപ്പൊ യാക്കോബേ, നീ തകർന്നു പോകാമായിരുന്നു. ഒരു വടിയോടെ നീ യോർദാൻ കടഞ്ഞതാ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുന്നുള്ള തെളിവാ. ഒരു വടിയോടെ നീ യോർദാൻ കടന്നെങ്കിൽ, ഒരു വടിയോടെ നീ കേരളം കടന്നെങ്കിൽ, ഒരു വടിയോടെ നീ സ്റ്റേറ്റ് കടന്നെങ്കിൽ, ഇന്ന് കൂട്ടമായിട്ട് നിന്നെ മാനിക്കുവാൻ യാക്കോബെ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയട്ടെ. നീ നിന്റെ ദൈവം യാക്കോബിന്റെയും അബ്രഹാമിന്റെ ദൈവമാണെങ്കിൽ നിന്നെ കൂട്ടമായിട്ട് മാനിക്കുന്ന ഒരു ദൈവം. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന്. ഒരു വടിയോട് ഞങ്ങൾ കേരളം കടന്നതാ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്നെ കൂട്ടമായിട്ട് ഉയർത്തുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ പറയുക, യാക്കോബിന്റെ ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവമാ, യാക്കോബിന്റെ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാ. ഒരു വടിയോടെ എവിടാ കടന്നേന്നറിയാമോ? ലാബാന്റെ വീട്ടിൽ ചെന്നു. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുമ്പോ അമ്മേ അത് പറയും, ഒരു ലേഡിക്ക് വേണ്ടി യാക്കോബ് എത്ര വർഷം അധ്വാനിച്ചെന്നറിയാമോ? ഇന്നത്തെ കാലത്ത് നമുക്ക് മാട്രിമോണി ഉണ്ട്, അല്ലേ? അന്വേഷി ഗുഡ് ന്യൂസ് ഉണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടുപിടിക്കാൻ. യാക്കോബ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി എത്ര നാൾ അധ്വാനിച്ചു? 7 വർഷമാണോ? നിനക്കെല്ലാം കാണാതെ പിടിച്ച് വെച്ചേക്കുക അമ്മേനെ. അപ്പം 7 വർഷം അധ്വാനിച്ചിട്ട് പറ്റിക്കപ്പെട്ടു. പിന്നെ 7 വർഷത്തോടെ അധ്വാനിച്ചു. താൻ കുടുംബസ്ഥനൊക്കെ ആയി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ നമുക്കറിയാം ഗിലിയാദ് പർവ്വതം, നമ്മളൊരു വട്ടം ഇവിടെ സംസാരിച്ചതാ. 3 ദിവസം യാത്രയായി എവിടെ എത്തിയെന്നറിയാമോ? ഗിലിയാദ് പർവ്വതം. ഇവിടെ ഗിലിയാദ് പർവ്വതം. അപ്പൊ ഇവിടെ 3 ദിവസം എത്തിയപ്പം ആർക്ക് അറിവ് കിട്ടിയെന്നറിയാമോ? ലാബാൻ അറിവ് കിട്ടി. ഇവരെല്ലാം പോയി 3 ദിവസം കഴിഞ്ഞ് കേട്ടോ, അതുവരെ അറിഞ്ഞില്ല. പെട്ടെന്ന് 7 ദിവസത്തെ യാത്ര നടന്ന് എവിടെത്തി? ഗിലിയാദ് പർവ്വതത്തിൽ. 7 ദിവസത്തെ യാത്ര നടന്ന് ഗിലിയാദ് പർവ്വതത്തിൽ. ഗിലിയാദ് പർവ്വതത്തിൽ എത്തിയെന്തിനാണോ? പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയി നശിപ്പിക്കാൻ, അവനുള്ളതെല്ലാം പിടിച്ചോണ്ട് പോകാൻ. പക്ഷെ അവിടെ വന്നപ്പം രാത്രി ദൈവം ദർശനത്തിൽ വെളിപ്പെടുത്തി. നമ്മൾ വിചാരിക്കും ദർശനം ഭക്തന്മാർക്ക് മാത്രമാണ്. ഇല്ല, ലാബാന് വെളിപ്പെടും. സമയം ലാബാന് വെളിപ്പെട്ടി പറയുക, ഗുണമാകട്ടെ നീ ഒരു നന്മ ഇനി ചെയ്യണ്ട, ചെയ്തിടത്തോളം മതി. ദോഷമാകട്ടെ എന്റെ ദാസനോട് ഒന്നും ചെയ്യരുത്. ഗിലെയാദ് പർവ്വതത്തിൽ തകർത്ത് കളയുവാൻ ലാബോൻ വന്നപ്പോ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെട്ട്, ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്റെ ദാസനോട് ഒന്നും ചെയ്യരുതെന്ന് ഒരു ശബ്ദം കേട്ടില്ലേ? ഡൽഹി പർവ്വതത്തിൽ എത്ര പ്രാവശ്യം നിന്റെ ശത്രുവിന് മധ്യേ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നതായിരിക്കാം. നിനക്കെതിരെ ആഭിചാരം ചെയ്തത്, നിനക്കെതിരെ ദുഷ്പ്രവർത്തനം പറഞ്ഞവന്, നിനക്കെതിരെ അവൻ ഇല്ലായ്മ പറഞ്ഞാക്കിയുള്ള മധ്യത്തിൽ ഈ ദൈവസാന്നിധ്യം നിന്നതല്ലേ? ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്റെ ദാസനോടൊന്നും ചെയ്യരുത്. എങ്ങനെ വന്നതാ? നമ്മൾ വായിച്ചതെത്ര? ഒരു സ്റ്റാഫ്, ഒരു വടി കൊണ്ട് അക്കരെ കിടന്നതാ. പക്ഷെ നിങ്ങൾക്കറിയാമോ, അതിന് 32ാമത്തെ വാക്യത്തിലേക്ക്, നമ്മൾ 32ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അല്ല, 6ാമത്തെ അത് മഹനീയം. അത് കഴിഞ്ഞ് 6ാമത്തെ വാക്യം. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു, ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ വന്നു.
അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. സി, ഈ യാക്കോബ് ഉപായി എന്ന് പറഞ്ഞാൽ ഉപായി തന്നെ. ഓക്കെ, എവിടെ ചെന്നാലും ഉപായിത്രം കാണിക്കും. ഇവിടുത്തെ കാണിക്കുന്നത് എന്താണെന്ന് ആദ്യത്തെ 2 ലെയറാക്കി മാറ്റി. ഭയങ്കര ട്രിക്കാ. ഓക്കെ, 2 ലെയർ. ആദ്യത്തെ പക്ഷം വന്ന് ഇവൻ ഏശാവ് ആക്രമിക്കുവാണെങ്കിൽ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ, ആർക്ക് എസ്കേപ്പ് ചെയ്യാം? നമ്മൾ ആരുടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആർക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും? ഈ ജേക്കബിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ കൂട്ടമേ നശിക്കൂ. രണ്ടാമത്തെ വളരെ ട്രിക്കിയാക്കും. പക്ഷേ അപ്പൊ എനിക്ക് അതല്ല. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിനെ വിട്ടു, രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിട്ടു, ഭാര്യ മക്കളെ വിട്ടു, ഇവ മാത്രം ഇരിക്കുക. അമ്മേ, അത് ദൈവവുമായിട്ടൊരു റെസ്ലിംഗ് നടക്കുക. എന്താ പറയാ അതിന് മലയാളം വേർഡ്? അവൻ ദൈവമായിട്ടൊരു മൽപ്പിടുത്തം നടക്കുക. അല്ല, അവൻ രാത്രിയിൽ ദൈവമായിട്ടൊരു ചില വിഷയങ്ങൾക്ക് വിടുതലില്ലെങ്കിൽ രാത്രിയിൽ നിന്ന് മൽപ്പിടുത്തം നടത്താൻ എത്ര പേര് കഴിയുന്നുണ്ട്? അവൻ ഒരു ദൂരായിട്ട് ഞാൻ വിളിച്ചു പറയാ, ചില വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലെങ്കിൽ എല്ലാവരും മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് നീയും നിന്റെ ദൈവമായിട്ട് രാത്രിയിൽ ഒന്ന് മൽപ്പിടുത്തം നടത്തിയ ചില പേരുകൾ ദൈവം മാറ്റാൻ പോവുകയാണ്. അവൻ ഇനി നിന്നെ ഉമ്മായി നല്ല അറിയപ്പെടാൻ പോകുന്നത് ഇസ്രായേൽ എന്ന് അറിയപ്പെടാൻ പോവുകയാണ്. നിന്നെ ലോകം വിട്ട് കുതികാൽ വാരുന്നവരെന്നല്ല ഇത് നിന്നെ വിളിക്കുന്നത്. നിന്റെ ഐഡന്റിറ്റി ദൈവം മാറ്റാൻ പോവുകയാണ്. വായിച്ച 6-ാമത്തെ വാക്യം വായിച്ചേ. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. ശ്രദ്ധിച്ചോളെ, ഇവിടുത്തെ വിഷയം എന്താണ്? അപ്പൊ 2 സഹോദരന്മാർ ഫൈറ്റ് ചെയ്തു. ഒരാള് അവൻ ചീറ്റ് ചെയ്തുകൊണ്ട് കുറെ കൊണ്ടുപോയി. ഓക്കെ, അവൻ ചീറ്റ് ചെയ്ത് ബ്ലെസ്സിംഗ് കൊണ്ടുപോയി. സോ ദി എൽഡർ വൺ വാണ്ട് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഹിസ് യംഗർ വൺ. അവൻ യംഗറിന്റെ അടുത്ത് യുദ്ധം ചെയ്യാനിരിക്കുക. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ നമുക്കറിയാലോ, നമ്മളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലെ? ആദ്യമേ ഗിഫ്റ്റിന്റെ രൂപത്തിൽ അവൻ ആദ്യമേ വിട്ടു. ഗിഫ്റ്റ് വരുമ്പോൾ നമ്മുടെ കണ്ണ് അവൻ അടയിൽ വെച്ചിട്ട് വളരെ ട്രിക്കി, എല്ലാ കാര്യങ്ങളും വളരെ ട്രിക്കി ആയിട്ടാണ് ചെയ്യുന്നത്. അവൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വിട്ടു. പക്ഷേ ദൂരമായി നമ്മൾ മറുപടി പറഞ്ഞ എന്താണെന്നറിയാമോ? 400 പേരുടെ ഒരു സംഘം. നമ്മുടെ ഇപ്പോഴത്തെ സഭയിലൊക്കെ ആക്രമിക്കാൻ ചെല്ലുന്നത് 20 പേര് 30 പേരൊക്കെ. ഓക്കെ, അവർ വരുമ്പോഴേ നമ്മുടെ വിശ്വാസികളും പാസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് മീ, ഞാനായ അവസ്ഥയൊക്കെ ആയിരിക്കും. ഓക്കെ, എനിക്ക് രണ്ടെന്ന് വരയ്ക്കുക. 30 പേര് 40 പേര് വന്നാൽ ഇവിടെ 400 പേര് വരുന്നത് അക്സെപ്റ്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഏശാവിന് വന്നാൽ പോരെ. അപ്പൊ 400 പേരുമായിട്ട് വരും. എന്തിനാണ് ആക്രമിക്കുക? വായിച്ചേ. ഏശാവിന്റെ അടുക്കൽ പോയി അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി. നന്മ ചെയ്യാനല്ല 400 പേരുമായിട്ട് വരുന്നത് അല്ലേ? അവൻ ഏറ്റവും ഭയവശനായി. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുക. താഴോട്ട് വായിച്ചാട്ട്. തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗം. 9-ാമത്തെ വാക്യം. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത് എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം. ഞാൻ 10-ാമത്തെ വാക്യം. യഹോവയെ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഞാൻ യോഗ്യനല്ല. ഐ എം നോട്ട് അൺവർത്തി. ഓക്കെ, നമുക്കും അത് പറയാൻ പറ്റും. ദൈവം എന്നോട് കാണിച്ച എല്ലാ ഇതിനും ഞാൻ യോഗ്യനല്ല അല്ലേ? ദൈവമാണ് എല്ലാം നമുക്ക് തന്നത്. അടുത്ത പറയാ, ഞാൻ ഒരു വടി കൊണ്ട് അക്കരെ കടന്നേ. ഇപ്പൊ ഞാനും വായിച്ചോട്ടെ. ഇപ്പോഴും ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇവിടെ പറയാ, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അമ്മേ, ഒരു വടി കൊണ്ട് നീ അക്കരെ കടന്നാൽ, ഇത് ഒരു വടി എന്ന് പറഞ്ഞാൽ ശൂന്യമായതുകൊണ്ട് നീ വന്നാൽ നിന്നെ മാനിക്കുന്ന ദൈവമാ. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്, യാക്കോബിന്റെ ദൈവം അവൻ ഇങ്ങനെ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആ പ്രൊഫറ്റിക്കൽ വേർഡ് പറയുക, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം. ചിലതിന്റെ ആരംഭവും തുടക്കം ഇട്ടിട്ടില്ലേ? അത് യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഉയർത്തുമാറാകട്ടെ.
ഉയർത്തുമാറാകട്ടെ. ചില ജോലിയുടെ തുടക്കമിട്ടിട്ടില്ലേ? യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ അത് ഉയർത്തുമാറാകട്ടെ. ചില വിദ്യാഭ്യാസത്തിന്റെ തുടക്കമിട്ട് വെച്ചിട്ടില്ലേ? യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ അത് ഉയർത്തുമാറാകട്ടെ. ആരും പറയാതെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളില്ലേ? അത് യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ അത് ഉയർത്തുമാറാകട്ടെ. ഇന്ന് രാത്രി ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, ഗ്രാമീണ കുടുംബങ്ങളോട് പ്രവചിക്കുക, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ, നോട്ട് ബിക്കോസ് ഓഫ് മറ്റൊന്നുകൊണ്ട് മാത്രമല്ല, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ. യാക്കോബ് പ്രാർത്ഥിച്ച അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെ ദൈവം, അപ്പൊ ഇന്ന് അവൻ ദൈവം പറയുക യാക്കോബിന്റെ ദൈവം. അവൻ ഇന്ന് രാത്രികാലം നിന്റെ പകൽക്കാലം നിന്റെ ദൈവം എന്ന് പറയുന്ന നാഴികയിലേക്ക് ദൈവം തരും. ഒന്ന് അവൻ നമ്മൾ വായിച്ച വാക്യത്തിന്റെ 3-ാമത്തെ വാക്യം, സങ്കീർത്തനം 3, നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. സോ ആദ്യത്തെ വായിച്ചത് ഡേ ഓഫ് ട്രബിൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? അമ്മ നിന്റെ വഴിപാടുകൾ പ്രാർത്ഥിക്കാൻ, മുട്ടുമടക്കാൻ തയ്യാറായാൽ നിന്നെ ഉയർത്തുന്ന ദൈവം. രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ഡേ ഓഫ് ട്രയംഫ്, 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചു. ഇന്ന് ആഗ്രഹത്തോടെ നിങ്ങൾ വന്നവരില്ലേ? പാസ്റ്ററിന് അറിയത്തില്ല, നിങ്ങൾ അടുത്തിരിക്കുന്നവർ അറിയത്തില്ല. ഇന്ന് ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് അങ്ങ് എടുത്തോ. ആമേൻ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ചിലരുണ്ട് ഹൃദയത്തിൽ ഒന്നായാലും പറയുന്ന വേളയാ. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. വിശ്വസിക്കാമോ? നടക്കും. ഒരു വഴികൊണ്ട് പോയവനെ 2 കൂട്ടമായി തിരിച്ചുകൊണ്ട് വന്നെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകുമാറാകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നിന്റെ ഇഷ്ടങ്ങൾ കർത്താവേ ഈ ദേശത്തെ സഭ വളരണം. നിന്റെ ഇഷ്ടങ്ങൾ നിവർത്തീകരിക്കട്ടെ. ഈ ദേശത്ത് ദൈവത്തിന്റെ നാമം വളരപ്പെടണം. ഡൽഹി പട്ടണത്തിൽ തലസ്ഥാന നഗരി ഞങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ ഇഷ്ടങ്ങൾ നിവർത്തീകരിക്കട്ടെ. 5-ാമത്തെ വാക്യം, ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടി ഉയർത്തണം. കൊടി എന്തിന്റെയാ? വിജയത്തിന്റെയാ. നാളുകളായി വെല്ലുവിളിക്കുന്ന പല വിഷയങ്ങളുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, ആരോടും പറയാത്ത വിഷയങ്ങൾ. എനിക്കറിയാം ഇതിനകത്ത് പല ഭാരത്തിൽ കൂടെ പലരുമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, ഞാൻ നിന്റെ ജയക്കൊടിയായി മാറാൻ പോകും. നാളുകളായി ഈ പരാജയം ഏറ്റുവാങ്ങി നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം ചെയ്യാൻ പോവുക. 2026 നീ ജയക്കൊടി പിടിക്കേണ്ട ദിവസമാ. അവൻ എങ്ങനെയാണെന്നറിയാമോ? അത് സൈന്യത്താൽ അല്ല, അത് ശക്തിയാലുമല്ല, എന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെയാണ്. ചിലതിനെ നോക്കി ഞാൻ പ്രവചിക്കുക, നീ കൊടി പിടിക്കേണ്ട ദിവസമാ. അത് സമരം ചെയ്യുവാനല്ല. ജയക്കൊടി യഹോവ നിസ്സി എന്ന് പറയുന്നത് പോലെ അവൻ എന്റെ ജയക്കൊടി. യഹോവ നിസ്സി എന്ന് പറയുന്നത് പോലെ യഹോവ നിസ്സി നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് പറഞ്ഞാട്ട്, യഹോവ എന്റെ ജീവിതത്തിൽ നിസ്സിയായി മാറാൻ പോകുക. യഹോവ എന്റെ ജയക്കൊടി, എന്റെ ബാനറായി മാറാൻ പോകുക. എന്നെ കാണുന്നവർ എന്റെ കഷ്ടതയല്ല കാണുന്നത്, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ കാണാൻ പോകുക. ബാനർ എന്തെന്നറിയാമോ? നമ്മളെ ദൂരെ നിന്ന് ബാനർ കാണുമ്പോൾ ഇത് ഇന്നതെന്ന് മനസ്സിലാകുമെങ്കിൽ യഹോവ നിന്റെ ബാനറായി മാറാൻ പോകുക. നിന്നെ കാണുന്നവർ ദൈവത്തിന്റെ നീതിയെ കാണാൻ പോകുക. ഇന്നലകളുടെ വേദനയല്ല ഹാഗാറെ കാണാൻ പോകുന്നത്, നിന്നിൽ കൂടെ ഒരു തലമുറ. ഇന്നലകളുടെ കരച്ചിലല്ല കാണാൻ പോകുന്നത്, നിന്റെ കരച്ചിലിൽ ഒരു നീരുറവ. യഹോവയുടെ കണ്ണെന്നെ കണ്ടു. പറയാൻ പറ്റുമോ? യഹോവയുടെ കണ്ണെന്നെ കണ്ടു, അവൻ എന്റെ ജയക്കൊടി. നാളുകളായി പ്രാർത്ഥിച്ചില്ലേ? നാളുകളായി പോരാടിയില്ലേ? നാളുകളായി അന്യഭാഷ പറഞ്ഞില്ലേ? ഇന്ന് പകൽക്കാലം പരിശുദ്ധ വചനത്തിൽ കൂടെ പറയുക, ഞാൻ നിന്റെ ജയക്കൊടി. യഹോവയുടെ നാമത്തിൽ, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാവ് പറയുന്നത് അവൻ കുതിരകളെ ആശ്രയിച്ച് പറയുകയല്ല, രഥങ്ങളെ ആശ്രയിച്ച് പറയുകയല്ല, ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ ഉണ്ടെന്നുള്ള ബലം കൊണ്ട് പറയുക, ഞങ്ങൾ ജയക്കൊടി ഉയർത്തും. ഇന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ സാന്നിധ്യമുള്ള കൂട്ടത്തെ നോക്കി, അവൻ ദൈവത്തിന്റെ ചൈതന്യമുള്ള കൂട്ടത്തെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ആരോഗ്യം കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ അവൻ നിനക്ക്
നിനക്ക് ജയം തരും. ആമേൻ, ആമേൻ, തരും. ഇന്നലകളിൽ നിന്ന് പരാജയപ്പെടുത്തിയ ഫെലിസ്തീന്റെ, നമ്മൾ ആദ്യമേ വായിച്ച, ഇന്നലകളിൽ നിന്ന് പരാജയപ്പെടുത്തിയ ഫെലിസ്ത്യന്റെ മുന്നിൽ ഞാൻ നിനക്ക് ജയം തരും. നോ, നിന്റെ കയ്യിൽ വെപ്പണുണ്ടായിട്ടല്ല, കല്ല് മതി. ആത്മാവിൽ നീ ഒന്ന് പോരാടാൻ തയ്യാറായ ദൈവം നിനക്ക് ജയം തരാൻ പോകുക. നിന്റെ കയ്യിൽ വാള് വേണ്ട, അവൻ വാളായിട്ട് വന്നോട്ടെ. നിന്റെ കയ്യിൽ പരിച വേണ്ട, അവൻ പരിചയായിട്ട് വന്നോട്ടെ. ഇന്ന് പകൽക്കാലം യേശു നിന്നോട് പറയുക, ഞാൻ നിന്റെ പ്രതിഫലയും നിന്റെ പരിചയമാ. രക്തം ജയം എടുക്കുന്നതിന് മക്കളെ, ആത്മാവിനെ വിളിച്ചു പറയട്ടെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം തരും. അവൻ ദൈവത്തിന്റെ നാമത്തിൽ, അവൻ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാൻസിയാ, ഒന്നും മാറ്റി വെക്കണ്ട. ഒന്നും ആ സ്റ്റാൻസ് ഒന്ന് വായിച്ചാട്ടെ, 4-5 അവസാനം. വായിച്ചോ. May the Lord fulfill all your petitions. Amen. May the Lord fulfill all your petition. ആമേൻ. ചിലത് മാത്രം ചെയ്യുന്നല്ല, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള കൂട്ടങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയം. ടിക്കിടാൻ തയ്യാറായിക്കോ. പ്രാർത്ഥന എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരോട് ദൂത് പറയുക, 2026 നീ ടിക്കിടാൻ തയ്യാറായിക്കോ. ദൈവം നിന്റെ എല്ലാ പെറ്റീഷൻസുകളും ദൈവം ആമേൻ നിറവേറ്റാൻ പോവുക. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. സഭയുടെ അപേക്ഷകൾ അല്ലേ? നമുക്ക് സ്വന്തമായിട്ടൊരു ആലയം വേണം. ആമേൻ. നമുക്ക് സ്വന്തമായിട്ടൊരു ലാൻഡ് വേണം. നമുക്ക് സ്വന്തമായിട്ടൊരു പാസനേജ് വേണം. അപേക്ഷകളെല്ലാം നിവർത്തിക്കുമാറാകട്ടെ. ആമേൻ. രണ്ടാമത്തെ സെഷൻ, the day of triumph. The third section, 7th, verse number 7, വായിച്ചത് the day of trust. ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ. അതിനൊരു വാക്യോടെ ഞാൻ വായിക്കാം. പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനം 31 ഒന്നുകൂടെ വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 31:1. Isaiah chapter 31 verse number 1. Woe to those who go down to Egypt for help, who rely on horses, who trust in the multitude of their chariots, and in the great strength of their horsemen. But do not look to the Holy One of Israel and seek help from the Lord. അവർ ദൈവത്തെ നോക്കാതെ എവിടെ പോയി? ഈജിപ്തിന്റെ രഥങ്ങളെടുത്തേക്ക് അല്ലെ, ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധിയുള്ളത് കൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ടും അവരിൽ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഇവിടെ 7ാമത്തെ വാക്യത്തിൽ പറയുക, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു. ഞങ്ങളോ? ഞങ്ങൾ ആരാ? നമ്മൾ. We don't trust anyone, anything. We trust in our God. Some trust in the chariot and some in horses, but we trust in the Lord of our name of our God. ഞങ്ങൾ ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു. ഞങ്ങളോ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇന്ന് സഭയോടുള്ള ഒരു ദൂത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ. ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യണ്ട. കൊറോണ വന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ചതല്ലേ, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും ഒന്ന് ശ്വാസം വിടണമെങ്കിൽ ദൈവം തന്നെ മതിയാകും. സോ രാത്രി ഞാനിവിടെ ഈ പകൽക്കാലം ഇന്നിവിടെ ഞാനിവിടെ തീരുക, യഹോവയുടെ നാമത്തിൽ ഒന്ന് ആശ്രയിക്കും. 1-ാം വാക്യവും 5-ാം വാക്യവും 7-ാം വാക്യവും യഹോവയുടെ നാമത്തിൽ പറഞ്ഞ് കീർത്തിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വചനം, സങ്കീർത്തനം 20, 1 the day of trouble, കഷ്ടതയുടെ ദിനം. 2 the day of triumph, വിജയത്തിന്റെ ദിനം. 3 the day of trust, യഹോവയെ ആശ്രയിക്കുന്ന ദിനം. ഇന്ന് ഫെബ്രുവരി
8-ാം തീയതി ദൈവത്തെ ആശ്രയിക്കുന്ന ദിനമായി ഒന്ന് മാറ്റിട്ട് നമ്മുടെ പ്രാർത്ഥനകളെ മറുപടി തരുമാറാകട്ടെ. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ വേഗത്തിൽ എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് അവർക്ക് നൽകി